വെൽക്കം ബാക്ക് ടു റസ്ഫീസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ ഈ ഒരു ചമ്മന്തിപ്പൊടി മാത്രം മതി, അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ വലിയൊരു പാനാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2.5 കപ്പോളം തേങ്ങ ഇട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെരുവിന് ശേഷം ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ചില പീസ് വലുതും ചെറുതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് വറുത്തെടുക്കുമ്പോൾ പല വറവായിട്ടാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ച് എല്ലാം ഒരേ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഓരോന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ തേങ്ങയാണ് കേട്ടോ. ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് തന്നെ ഇതിന് 2.5 കപ്പോളം തേങ്ങയാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് തേങ്ങ സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വിളവായിട്ടുള്ള തേങ്ങ നോക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ. ഇനി നമ്മളിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ അതാ തേങ്ങ ഒക്കെ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ, കളറിൽ ജസ്റ്റ് ഒക്കെ ഒരു കളർ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഡ്രൈ ആയിട്ടും വരുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് നമ്മളിതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 12 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല എരിവുള്ളതുകൊണ്ട് തന്നെയാണ് 12 എടുത്തിട്ടുള്ളൂ. നമുക്ക് വീട്ടിലുള്ളതാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തിട്ട് അറിയുന്നുണ്ടാവുമല്ലോ എരിവൊക്കെ. പിന്നെ ഒരു 4 അല്ലി കറിവേപ്പിൻ്റെ ഇലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് നമുക്ക് ഉലുവയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഉലുവയുടെ പൊടിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ വറ്റൽമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി യൂസ് ചെയ്താൽ മതി. അതൊക്കെ ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇതുപോലെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ നന്നായിട്ട് റോസ്റ്റ് ആയി വരാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ ഇതുപോലെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണുമായി തൊട്ടടുത്ത് തന്നെയുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളേ. ഇപ്പോൾ ഇതാ തേങ്ങയൊക്കെ ഏകദേശം നന്നായിട്ട് വറവായിട്ട് വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, കളറൊക്കെ അത്യാവശ്യം നല്ല ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു 5 ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ തന്നെ നോക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് ഞാൻ ഇഞ്ചി എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഇഞ്ചി എടുത്താൽ മതി. കൂടുതലായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ മാറ്റം വരും. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക കേട്ടോ. ഈ ആവശ്യത്തിന് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്ത് വെക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ചിലപ്പം കുറച്ച് ദിവസം പുറത്തിരുന്നാൽ പെട്ടെന്ന് തന്നെ അതിന് ആ ഒരു കാറച്ചയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഉള്ളി ഇടാതെ ഇരുന്നാൽ മതി. ഉള്ളിയും കൂടി ഇടുമ്പോഴാണ് നല്ല ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ വീട്ടിൽ പുറത്ത് വെക്കുന്നവർ ശ്രദ്ധിച്ചാൽ മതി. അല്ല നമ്മൾ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ അതാ തേങ്ങ നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരിക്കലും ഫ്ലെയിം ഒന്നും കൂട്ടിയിട്ട് പോകരുത്, അങ്ങനെ ആകുമ്പോൾ കരിഞ്ഞു പോകും. ആ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കളർ തന്നെ നമുക്ക് കിട്ടുക. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മല്ലിയുടെ പൊടിയാണ്. അപ്പോൾ ഞാനിതാ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളിതാ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും കൂടിയാണ്. അതും കൂടി അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഒന്നും ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ മതി. ആ ഒരു ചൂടിൽ കിടന്നിട്ട് തന്നെ ആ ഒരു മല്ലിയുടെയും കുരുമുളക് പൊടിയുടെ ഒക്കെ ആ ഒരു പച്ചച്ചുവ ഉണ്ടാവുമല്ലോ, അതൊക്കെ പോയി കിട്ടും. നല്ല ചൂടാണ് ഇപ്പോൾ തേങ്ങ, അത്രയും മതി. ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ടൈം ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. എന്താ വെച്ചാൽ ആ ഒരു പാന് ചൂടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് പോകും നമ്മൾ ഇതുപോലെ അങ്ങ് ഇട്ട് പോയാൽ. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ അതൊന്ന് തണുക്കുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വെച്ചാലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് പൊടിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ പൊടിക്കുമ്പോൾ നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനും കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. എന്നിട്ട് നമുക്കിത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും കൂടെ നോക്കാം. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കേണ്ടത് മിക്സിയുടെ ജാറിൽ വെച്ചിട്ടാണ്. അപ്പോൾ പണ്ടുള്ളവരൊക്കെ ഉരലിലൊക്കെ വെച്ചിട്ടൊക്കെ ഇടിച്ചിട്ടൊക്കെയാണ് ഇത് പൊടിച്ചെടുത്തിരുന്നത് കേട്ടോ.
അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 2 ബാച്ചാക്കിയിട്ടാണ് ഇത് ഒന്ന് പൊടിച്ചെടുക്കുന്നത് കേട്ടോ. നമുക്ക് ഒന്നിച്ചങ്ങ് പൊടിച്ചെടുക്കണ്ട, അത്രയും മതി. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പുളിയാണ്. അപ്പോൾ ഞാൻ നെല്ലിക്കനേക്കാട്ടിലും ചെറുതായിട്ടുള്ളൊരു പുളിയാട്ടോ എടുത്തിട്ടുള്ളത്. ഇത്രയ്ക്ക് മതി. നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചാലും കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിലുള്ളത് മതി കേട്ടോ. അപ്പോൾ നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എത്രത്തോളം വേണമെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊന്ന് കുറേശ്ശെ എടുത്തിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ടുള്ള, അതിൻ്റെ ആരൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള പുളിയാണ്. ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെ ആക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഫസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ബാച്ചും കൂടെ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അടുത്ത ബാച്ചും കൂടി അങ്ങ് പൊടിച്ചെടുക്കാം. അതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി അടുത്ത ട്രിപ്പും കൂടെ ആ ഒരു മിക്സിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പുളി ഇതേപോലെ ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല വലിപ്പത്തിലുള്ള നെല്ലിക്ക വലിപ്പത്തിലല്ല, ആ ഒരു അളവല്ല കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള അളവിലാണ് ഞാൻ ഇപ്പോൾ പുളി ഇതിലെടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പ് നമുക്ക് അടിച്ചെടുത്തതിന് ശേഷം കുറവുണ്ടെങ്കിൽ അപ്പം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആ ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ഡ്രൈ ആയിട്ട് പൊടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ, കുറവായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ കുറച്ചൊരു ഉപ്പ് എനിക്ക് കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എരിവൊക്കെ നല്ല കറക്റ്റായിട്ടാണ് വന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എരിവൊക്കെ കുറവായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 മുളകോ 3 മുളകോ കൂടി നമ്മൾ ഒന്നും കൂടി വറുത്തിട്ട് ഇതിലൂടെ പൊടിച്ച് കൂട്ടിയാൽ മതി. ഇതിപ്പോൾ എല്ലാം കറക്റ്റായിട്ടോ വന്നിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക, ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തട്ടെ. പുളിയൊക്കെ നല്ല കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്കിത് എന്താ ചെയ്യുക, ഇതിപ്പോൾ കുറച്ച് അധികം ഉണ്ടല്ലോ, അത് നമുക്ക് ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.